സുഹൃത്തെ, കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി കിടക്കുന്ന കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു കഥ കേൾക്കുന്നത് പോലെ നിങ്ങൾ കൂടെ ഇരുന്നാൽ മതി. ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ, ട്രിവാൻഡ്രത്തുള്ള ഒരു ബെസ്റ്റ് PSC സെൻറ്ററിലെ ആളുമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. അതിൽ അദ്ദേഹം PSC കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് ആളുകളുടെ ഒരു സ്വഭാവത്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ പോയിൻ്റ്, ഒരു ദിവസം പോലും മുടങ്ങാതെ പഠിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നത് എന്ന് വെച്ചാൽ, ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു 4 ദിവസം നല്ല രീതിയിൽ പഠിക്കും, 5-ാമത്തെ ദിവസം ഇവരൊരു കല്യാണത്തിന് പോകും, അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം ഇവർ ഒന്ന് ടൗണിൽ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോകും. ചിലപ്പം ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഇവർ പോകും. ഇവിടെ നിന്ന് സംഭവിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ശരിക്കും 100-ൽ ഒരു 10 പേർക്കാണ് പുതുതായിട്ട് വരുന്ന ചിന്തകളെയും ഓർമ്മകളെയും സംസാരങ്ങളെയും നെഗറ്റീവ് ടോക്കുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പഴയതിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഒരാൾ ഒരു PSC പഠിക്കുക എന്നുള്ളൊരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇയാൾ ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, അവിടെ നിന്ന് കിട്ടുന്ന ചില സംസാരങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് ഇയാളുടെ മനസ്സിലേക്ക് വീണ്ടും കയറുന്നതോടുകൂടി പഴയതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയാണ്. ഇങ്ങനെയുള്ള പുതിയ അനുഭവങ്ങൾ കിട്ടുമ്പോൾ ഇതിൽ നിന്ന് പഴയതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയാത്ത ആളുകൾ 100-ലൊരു 10 പേരേ ഉള്ളൂ. അവർക്ക് ചിലപ്പോൾ വീണ്ടും ആ ഒരു പഴയ ഒരു എനർജി തന്നെ പഠിച്ചു പോകാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ള 90 ആളുകളും പുതിയ അനുഭവങ്ങളും സംസാരങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചിന്തിക്കുന്നറിയോ, ഇതെന്നെ കൊണ്ട് കഴിയും തോന്നുന്നില്ല, എല്ലാവരുടെ ലൈഫും എന്ത് രസമാണ്, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം നിങ്ങൾ ഇറങ്ങിയ കാര്യം ഒരു പകുതി വെച്ച് മുറിഞ്ഞു പോവാണ് അല്ലേ. അത് വീണ്ടും ജോയിൻ്റ് ആക്കി എടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക്, ദിവസവും ഒരേപോലെ തന്നെ ഇങ്ങനെ നിർത്താതെ പഠിച്ചു പോകുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു PSCയിൽ ഒരു കഴിവുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് നെഗറ്റീവ് വരുന്ന സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ചടങ്ങുകളിലേക്കും നിങ്ങൾ പോവാതിരിക്കുക. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ മുടങ്ങാതെ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ ഒരു എനർജി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്തായാലും ഇറങ്ങിയ കാര്യം മുറിഞ്ഞു പോകാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3, 4, 5 മാസം അതിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെക്കാൾ കഴിവ് കൂടുതലായിരിക്കും. ഇത് നേടാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലായിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സുഹൃത്തെ, എന്തായാലും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് ബാക്കിയുള്ള ചടങ്ങുകളും കുടുംബക്കാരും ഫ്രണ്ട്ഷിപ്പും വാട്സപ്പും ഒരുപാട് വേണ്ടാത്ത ഫോൺ കോളുകളൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് സൈഡാക്കി വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറയാനുള്ള കാര്യം, നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് അഹങ്കാരം കൂടുതലായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്ഷിപ്പും ചടങ്ങുകളും അടിച്ചുപൊളിയൊക്കെ അങ്ങ് കൊണ്ടുപോകാം എന്നുള്ള ചിന്ത ചില ആളുകൾക്ക് അങ്ങ് വരും. എന്നാൽ അവർ തകർന്നു പോകാനുള്ള സാധ്യത കൂടുതലും. എന്നാൽ ഇയാളെ അത്ര പോലും പഠിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിലോ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിലോ അയാൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്നുമാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഡെയിലി നിങ്ങൾ പഠിക്കുന്നുണ്ടോ, കുറച്ച് മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു പോയിൻ്റ്, റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് പഠിക്കുന്ന ക്ലാസ്സിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില പാട്ടുകളൊക്കെ ബൈഹാർട്ട് ചെയ്തത് ഓർമ്മയല്ലേ? നമ്മൾ ഒരുപാട് തവണ പഠിച്ച് നമ്മൾ അറിയാതെ അതിങ്ങനെ പാടും അല്ലേ? ഇതുപോലെ തന്നെയാണ് PSCയിലുള്ള റിവിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഒരു പ്രാവശ്യം പഠിച്ച കാര്യം നിങ്ങൾ ഒരു 5 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഞാൻ എത്രയോ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ കറക്റ്റ് സമയങ്ങളിൽ റിവിഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം മനസ്സിലുറയ്ക്കുന്ന രീതിയിലുള്ള റിവിഷൻ എങ്ങനെ ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഇന്ന് പകൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം അതൊന്ന് നോക്കുക. പിന്നീട് എന്ത് ചെയ്യണം, നാളെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കുക. അതിന് ശേഷം വരാൻ പോകുന്ന ഒരു 3 ദിവസത്തിനുള്ളിൽ ഒന്നുകൂടെ നോക്കുക. അതിന് ശേഷം വരാൻ പോകുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നുകൂടെ നോക്കുക. ഒരു മാസത്തിനുള്ളിൽ ഒന്നുകൂടെ ഇതൊന്ന് നോക്കുക. ചില ആളുകളുടെ കാര്യത്തിൽ റിവിഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അവരുടെ പവറിനനുസരിച്ച് ഇത് മാറും. എന്തായാലും ഒരു മാസത്തിനിടയിൽ ഒരു 4-5 തവണയെങ്കിലും നിങ്ങളിത് എടുത്തു നോക്കിയിട്ട് ഞാനത് പഠിച്ചു എന്ന് ഉറപ്പിക്കണം. ഇങ്ങനെ റിവിഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കുന്ന ആളുകളെക്കാൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, എക്സാം എഴുതി മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഡെയിലി എക്സാമാണ്.
ആ സെൻറ്ററിൽ നിന്ന് അത്രയേറെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം പഠിപ്പിച്ച കാര്യം പിറ്റേന്ന് എക്സാം ഇടുകയാണ്. ആ എക്സാം കഴിഞ്ഞിട്ടാണ് അടുത്ത ബാച്ചിൻ്റെ പഠനം ആരംഭിക്കുന്നത്. ഈ ചാനലിലൂടെ ഒരിക്കലും അങ്ങനെ ഒരു സെൻറ്ററിൻ്റെ ബൂസ്റ്റിംഗ് ഇവിടെ നടക്കില്ല. ഞാനത് അവിടെ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഈ പഠിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾ എത്രത്തോളം എക്സാമുകൾ എഴുതുന്നുണ്ട്, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് എന്നുള്ളതിന് വലിയ റോളില്ലേ? ഉണ്ട്. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്, അല്ലേ? അപ്പോൾ പരീക്ഷകൾ എഴുതി, മോക്ക് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾ ശീലിക്കണം. അതിന് ഞാൻ ബെസ്റ്റ് ഒരു ഓപ്ഷൻ പറയട്ടെ. ഒരുപാട് ടെലഗ്രാം ചാനലുകളുണ്ട്, ഡെയിലി ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകുന്ന ചാനലുകൾ. അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാം. കഴിയുന്നതും പഴയ ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്ത് സ്വന്തമായിട്ട് മാത്സൊക്കെ ഇരുന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തൊരു പോയിന്റ് പറയട്ടെ. മെറ്റീരിയൽസിൻ്റെ മുകളിൽ കണ്ണിങ് ആയിട്ട് കളിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിൽ വെറും ഗൈഡ് മാത്രമല്ല, SCERT ബുക്സുകൾ, NCERT ബുക്സുകൾ, പഴയ ചോദ്യപേപ്പറുകൾ, PSC ബുള്ളറ്റിൻ പോലുള്ള തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള കാര്യങ്ങൾ, ഏറ്റവും പുതിയ ഇയർ ബുക്കുകൾ, GKയുടെ ബെസ്റ്റ് പുസ്തകങ്ങൾ, ചില നല്ല ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ചിലപ്പോൾ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. ചില നല്ല യൂട്യൂബ് ചാനലുകളിലുള്ള വീഡിയോകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. ഞാനിതൊന്നും നിങ്ങളെ തളർത്താൻ വേണ്ടി പറയല്ല. കിട്ടുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പബ്ലിക്കായിട്ട് പറയാണ്. ബെസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ബുദ്ധിപരമായിട്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ണിങ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവണം. സിലബസിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വെച്ച് ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും എന്ന് ബുദ്ധിപരമായിട്ട് അറിവുള്ള ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഇതിനൊക്കെ കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരും. ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള കോമ്പറ്റീറ്റേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മാത്രം പിറകിലേക്ക് പോരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതൊക്കെ തുറന്ന് പറയുകയാണ് സുഹൃത്തെ. നിങ്ങളുടെ വിജയം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിയുകയാണെങ്കിൽ കുറച്ച് പൈസ ഈ മെറ്റീരിയൽസിനൊക്കെ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, സ്വന്തം പ്രശ്നങ്ങളും വീക്ക്നെസ്സുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് റിസ്ക് എടുത്ത് തുനിഞ്ഞിറങ്ങി പഠിക്കുന്ന ആളുകൾക്ക് വലിയൊരു സാധ്യത കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനെ തരണം ചെയ്ത് പഠിച്ചിട്ടേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം പഠിക്കുന്ന സമയത്ത് ആ വീക്ക്നെസ് കാര്യം വന്നാൽ എല്ലാം വെറുതെ ആവും, അല്ലേ? ആ വീക്ക്നെസ് ചിലപ്പോൾ ഫോണായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ലവറായിരിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി ഇന്നത് നേടിയിട്ടേ നിർത്തൂ എന്നുള്ളൊരു വാശി ഉണ്ടാക്കിയെടുക്കണം. എക്സാമിന് ഒരു മാസം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞു വെക്കണം, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ്, നിങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്ന് പറയണം. ശരിക്കും നമ്മൾ ടൈം ബ്ലോക്കുകൾ ഉണ്ടാക്കി പഠിക്കാറില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ടൈം ബ്ലോക്ക്ഡ് മന്ത് നമുക്ക് കിട്ടേണ്ടി വരും. അവസാനത്തെ ഒരു മാസം മുഴുവൻ ചിലപ്പോൾ നിങ്ങൾ എല്ലാം ഒഴിവാക്കി വെച്ച് പഠിക്കേണ്ടി വരും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. അതിനെ തരണം ചെയ്ത് പഠിക്കുന്നവർക്ക് ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. സ്ട്രെസ്സ് വേണം സുഹൃത്തെ, സ്ട്രെസ്സ് നല്ലതാണ്. ഒരു വിജയത്തിലേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളെ കാണിക്കുന്ന നിങ്ങളുടെ ഫേസായിട്ട്, നിങ്ങളുടെ മുഖഭാവമായിട്ട് നിങ്ങൾ സ്ട്രെസ്സിനെ കൊണ്ട് നടക്കുക തന്നെ വേണം. ഓവറായിട്ട് സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുക, സമുദ്രങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നാച്ചുറൽ വ്യൂ. രാവിലെ ഈ തണുപ്പത്തൊക്കെ ഒന്ന് കുറച്ച് നേരം നടക്കുന്നത് ഈ സ്ട്രെസ്സൊക്കെ കുറയാനുള്ള വലിയൊരു കാരണം തന്നെയാണ്. ഒരുപാട് സമയം പോകാത്ത രീതിയിലുള്ള ചില ജിം വർക്കൗട്ടുകൾ, കുറച്ച് നേരം ചില കോമഡികളൊക്കെ ഒന്ന് കാണുക, കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം, ഇതൊക്കെ നല്ലതാണ്. ഒരുപാടായി പോരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്ത് കൂളായിട്ട് പഠിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണെന്ന് നിങ്ങളറിയണം. ഇത്തരക്കാർക്ക് എക്സാമൊക്കെ വളരെ ശാന്തമായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ ഒരു കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞാലും എക്സാം എഴുതുമ്പോൾ ടെൻഷൻ വരികയാണെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും എക്സാം എഴുതാൻ പോകുമ്പോൾ ആ സ്ട്രെസ്സ് വരാതെ നിങ്ങൾ നോക്കുക. ഇതൊക്കെ കിട്ടുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പഠിച്ച് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. സ്റ്റിക്കി നോട്ടുകളും എഴുതി വെച്ച കുറേ പുസ്തകങ്ങളും പേപ്പറുകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ ഞാനിതിനു വേണ്ടി ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്, എനിക്ക് കിട്ടാതെ പോകുന്നത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് ആ ഒരു OMR ഷീറ്റാണ്, അല്ലേ? അതിനെപ്പറ്റിയും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അവിടെ ഒന്നും ഒരു തെറ്റും വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ OMR ഷീറ്റുകളൊക്കെ അറിഞ്ഞ് ഡീൽ ചെയ്യുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുക. കഴിയുകയാണെങ്കിൽ ഇതിനു മുമ്പൊക്കെ കുറച്ച് എക്സാമുകളൊക്കെ എഴുതി പരിചയമുള്ള ആളുകളാണെങ്കിൽ അത്രയേറെ നല്ലത്. ഇനി മൈൻഡ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സുഹൃത്തെ. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എന്തായാലും നിങ്ങൾ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം സെൽഫ് നരേഷൻ തിയറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, പറയാൻ തുടങ്ങണം.
ഈ എക്സാമിന് കിട്ടിയിട്ട് വേണം എനിക്കൊരു ബുള്ളറ്റ് വാങ്ങിക്കാൻ, ഒരു വീട് വയ്ക്കാൻ, നല്ലൊരു കല്യാണം കഴിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയാം. ഇത് കിട്ടിയിട്ട് എനിക്ക് എന്താണ് കാര്യം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിന് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ സ്വയം പറയാം, എക്സാമിനൊന്ന് കിട്ടട്ടെ, എന്നിട്ട് വേണം ഒന്ന് ജീവിക്കാൻ. സ്വയം പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ആരും പുഷ് ചെയ്യാൻ വരില്ല. നിങ്ങളെ ഇപ്പോൾ നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കും, അച്ഛനായിരിക്കും, വീട്ടുകാരായിരിക്കും. ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ 25 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എന്തായാലും ഇത് കിട്ടും. ഒരു 200 റാങ്കിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ 60 ആയിരിക്കും എൻ്റെ റാങ്ക് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കോമ്പറ്റീറ്റേഴ്സൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാനും ഒരുപാട് പഠിക്കുന്നുണ്ട്, ഞാനും ഒരുപാട് അപ്ഡേറ്റഡ് ആണ്, എൻ്റെ അടുത്ത് എല്ലാ മെറ്റീരിയൽസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചാലഞ്ചോടുകൂടെ പഠിക്കുക, നേടുക. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.